ബഹുമാനപ്പെട്ട അധ്യക്ഷൻ നിതിൻ രാജ്, ആക്ഷൻ കൗൺസിലിൻ്റെ സംസ്ഥാന അധ്യക്ഷനും CSDSൻ്റെ സംസ്ഥാന അധ്യക്ഷനുമായ ആദരണീയനായ KK സുരേഷ്, ഈ യോഗത്തിൽ സ്വാഗതം ആശംസിച്ച KPMSൻ്റെ നേതാവ് PM വിനോദ്, ആശംസകൾ അർപ്പിക്കുന്ന അംബക്കർ ഡെമോക്രാറ്റിക് ഫ്രണ്ടിൻ്റെ നേതാവ് K അംബുജാക്ഷൻ, കേരള ചേരമർ സംഘത്തിൻ്റെ നേതാവ് IR സദാനന്ദൻ, കേരളത്തിലെ ദലിതർ നേരിടുന്ന പ്രശ്നങ്ങൾ നിരന്തരമായി ഇടപെടുകയും അഭിപ്രായ രൂപീകരണം നടത്തുകയും ചെയ്യുന്ന ധന്യാരാമൻ, IDFൻ്റെ സംസ്ഥാന അധ്യക്ഷൻ P ഷൺമുഖൻ, കേരളത്തിലെ ദലിത് സ്ത്രീകളെക്കുറിച്ചും പൊതുവിൽ സ്ത്രീകൾ നേരിടുന്ന പ്രശ്നങ്ങളെക്കുറിച്ചും ദലിത് സമുദായം നേരിടുന്ന പ്രശ്നങ്ങളെക്കുറിച്ചും ദൃഢമായ അഭിപ്രായങ്ങൾ സമൂഹത്തിലേക്ക് വിക്ഷേപിക്കുന്ന മൃദുല ദേവി, ദലിത് സമുദായ മുന്നണിയുടെ സംസ്ഥാന ജനറൽ സെക്രട്ടറി അഡ്വക്കേറ്റ് PA പ്രസാദ്, KPMS നേതാവ് ആലക്കോട് സുരേന്ദ്രൻ, വിവിധ സംഘടനകളെ പ്രതിനിധീകരിച്ച് ഇവിടെ എത്തിച്ചേർന്നിരിക്കുന്ന സംസ്ഥാന ജില്ലാ നേതാക്കളെ, സമുദായാംഗങ്ങളെ, സഹോദരി സഹോദരന്മാർ, മഹാത്മാ അയ്യൻകാളിയുടെയും പൊയ്കയിലപ്പച്ചൻ്റെയും കാവാരിക്കുളം കണ്ടൻകുമാരൻ്റെയും പാമ്പാടി ജോൺ ജോസഫിൻ്റെയും ശബ്ദം മുഴങ്ങിക്കേട്ട ചരിത്രപ്രധാനമായ ഒരു സ്ഥലത്താണ് നമ്മളിന്ന് കൂടിയിരിക്കുന്നത്. നമ്മളുടെ ഇത്തരമൊരു യോഗം വിളിച്ചു ചേർത്തതിൻ്റെ ഉദ്ദേശം അധ്യക്ഷനും സ്വാഗത പ്രസംഗകനും ഇവിടെ സൂചിപ്പിക്കുകയുണ്ടായി. കഴിഞ്ഞ കുറേയേറെ വർഷങ്ങളായി ഇന്ത്യയിലെമ്പാടും കേരളത്തിലും സമാനമായ നിരവധി പ്രക്ഷോഭങ്ങൾക്ക് നമ്മൾ സാക്ഷ്യം വഹിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇന്ത്യയിലെ ഉന്നത വിദ്യാഭ്യാസ മേഖലയിൽ സ്വന്തം കഴിവും പ്രാപ്തിയും കൊണ്ട് എത്തിച്ചേരുന്ന നമ്മുടെ സമുദായത്തിലെ കുട്ടികളെ ആ സ്ഥാപനത്തിൽ നിന്ന് തന്നെ പുറന്തള്ളുകയും അവരുടെ വിദ്യാഭ്യാസ ജീവിതം മുടക്കുകയും അവരെ കാത്തിരിക്കുന്നൊരു കുടുംബത്തെ അനാഥമാക്കുകയും ചെയ്യുന്ന കാര്യങ്ങൾ ഇന്ത്യയിൽ അരങ്ങേറാൻ തുടങ്ങിയിട്ട് വർഷങ്ങളായി. അതിന് പരിഹാരം തേടി നിരവധി പ്രക്ഷോഭങ്ങൾ കേരളത്തിലും നടന്നിട്ടുണ്ട്, ഇന്ത്യയിലെമ്പാടും നടന്നിട്ടുണ്ട്. ഇപ്പോഴും ഈ വിവേചനങ്ങൾ വർദ്ധിക്കുന്നതല്ലാതെ ഒട്ടും കുറയുന്നില്ല എന്നാണ് UGC പുറത്തുവിട്ട കണക്കുകൾ സൂചിപ്പിക്കുന്നത്. 2020-21 കാലത്ത് ഉണ്ടായ സംഭവങ്ങളിൽ ഇരട്ടിയിലധികം കംപ്ലൈൻറ്റുകളാണ് 2024-25 വർഷം ഇന്ത്യയിൽ ഉണ്ടായിട്ടുള്ളത്. ഇക്കാലയളവിൽ ഏതാണ്ട് 120ഓളം ദലിത് വിദ്യാർത്ഥികളാണ് അവർ പറയുന്ന ആത്മഹത്യക്ക് വിധേയമായത്. ആത്മഹത്യ ചെയ്യുന്ന പിന്നോക്ക വിദ്യാർത്ഥികളുടെയും മുസ്ലിങ്ങളടക്കമുള്ള വിഭാഗങ്ങളുടെയും കണക്കുകൾ മാറ്റിവെച്ചിട്ടാണ് ഈ 115 കുട്ടികളുടെ കാര്യം പറയുന്നത്. അവരെ കൂടി കൂട്ടിയാൽ ആ സംഖ്യ വളരെ വലുതാകും. ഇത് സൂചിപ്പിക്കുന്നത് നമ്മളുടെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ തന്നെ നമ്മളെ പൂർണ്ണമായും പുറന്തള്ളുന്ന ഒരു സംവിധാനത്താൽ രൂപപ്പെടുത്തിയെടുത്തിരിക്കുന്നു എന്നാണ് ഇതിലൂടെ നമുക്ക് മനസ്സിലാകുന്ന പ്രധാനപ്പെട്ട ഒരു കാര്യം.
അതുകൊണ്ടാണ് ഇത്തരം മരണങ്ങളെ നമ്മൾ ഇൻസ്റ്റിറ്റ്യൂഷണൽ മർഡർ എന്ന് വിളിക്കുക. ഒരു സംവിധാനത്തിനകത്ത് കൊല ചെയ്യപ്പെടുന്നവർ എന്നാണ് ആ വാക്കിൻ്റെ അർത്ഥം. നിരവധി ഉദാഹരണങ്ങൾ നമുക്ക് കേരളത്തിലും ചൂണ്ടിക്കാണിക്കുവാൻ കഴിയും. ഇതിൽ ഇത്തരമൊരു വിവേചനം നമ്മൾ സാമൂഹിക പ്രവർത്തനം ആരംഭിക്കുന്ന കാലം മുതൽ നമ്മൾ കേൾക്കുന്നൊരു കാര്യമാണ്. നമ്മളുടെ ഇടയിൽ നിന്നും വിദ്യാഭ്യാസ മേഖലയിലേക്ക് കടന്നു വന്നവരെ അപമാനിച്ചും ആക്രമിച്ചും വേണ്ടി വന്നാൽ കൊലപ്പെടുത്തിയും പുറത്താക്കുക എന്ന് പറയുന്നൊരു കാര്യം. ഇതിനെ നമ്മൾ മനസ്സിലാക്കേണ്ടത് നമ്മുടെ സമുദായത്തിലെ ഒരു കുട്ടി അല്ല ചില കുട്ടികൾ മരിച്ചു എന്നതിൻ്റെ അടിസ്ഥാനത്തിൽ മാത്രമല്ല, മറിച്ച് ഇത് രാഷ്ട്രത്തിനും വലിയൊരു നഷ്ടമുണ്ടാക്കിക്കൊണ്ടിരിക്കുന്നു എന്ന കാര്യം കൂടി നമ്മുടെ ഓർമ്മയിൽ വേണം. 22 വയസ്സുള്ള നിതിൻ രാജ് മരിക്കുമ്പോൾ അദ്ദേഹം 27 വയസ്സാകുമ്പോൾ ഒരു ദന്ത ഡോക്ടറായി പുറത്തു വരേണ്ട ഒരാളാണ്. ഒരു ദന്ത ഡോക്ടറായി പ്രാക്ടീസ് ചെയ്യാനുള്ള സർട്ടിഫിക്കറ്റുമായി പുറത്തു വരുന്ന നിതിൻ രാജിന് ജീവിതത്തിൻ്റെ സാധ്യതകൾ മുന്നിൽ തുറന്നു കിടക്കുകയാണ്. അത് കേരളത്തിൽ ഒരു സർക്കാർ ജോലിയിൽ പ്രവേശിക്കുന്നത് മുതൽ അമേരിക്ക, യൂറോപ്പ് പോലെയുള്ള സ്ഥലങ്ങളിൽ പോയി വൈദ്യശാസ്ത്രത്തിൽ മികവ് കാട്ടാൻ കഴിയുന്ന വിധമുള്ള അനേക സാധ്യതകളാണ് ആ 22കാരൻ്റെ മുന്നിലുണ്ടായിരുന്നത്. ആ സാധ്യതകളെ പൂർണ്ണമായി അടച്ചു കളഞ്ഞു എന്നതാണ് ആ കൊലപാതകത്തിൻ്റെ പ്രധാനപ്പെട്ട ഒരു കാര്യമായി നാം കാണേണ്ടത്. മാത്രവുമല്ല, അദ്ദേഹത്തിൻ്റെ മരണം വരെയുള്ള വിദ്യാഭ്യാസത്തിൽ സമയത്ത് കൊടുത്തില്ല എന്നതൊരു വേറെ കാര്യം. പക്ഷെ സ്റ്റേറ്റ് പണം മുടക്കിയാണ് ആ കുട്ടിയെ പഠിപ്പിക്കുന്നത്. പഠിപ്പിക്കാൻ സ്റ്റേറ്റ് ബാധ്യസ്ഥമാണ്. എന്ന് പറഞ്ഞാൽ നമ്മുടെ പൊതുധനം ഉപയോഗിച്ചൊരു വിദ്യാർത്ഥിയെ വളർത്തിക്കൊണ്ടുവരികയും ആ വിദ്യാർത്ഥി സ്വന്തം കഴിവുകൊണ്ട് മാത്രം, അദ്ദേഹം പട്ടിക വിഭാഗത്തിൽപ്പെട്ട ആളാണെങ്കിലും മെറിറ്റിൽ ജയിച്ചു വന്നൊരാളാണ്. അങ്ങനെ മെറിറ്റിൽ അഡ്മിഷൻ കിട്ടിയ ആ കുട്ടിയെ ഇവർ കൊന്നൊടുക്കുമ്പോൾ യഥാർത്ഥത്തിൽ സ്റ്റേറ്റിന് വലിയൊരു നഷ്ടമുണ്ടാക്കുകയും അദ്ദേഹത്തിൻ്റെ ജീവിതത്തെ അടച്ചു കളയുന്നതിലൂടെ ആ കുടുംബത്തിൻ്റെ സുരക്ഷിതത്വവും ഭാവിയും ഇരുളടഞ്ഞതാക്കി മാറ്റുകയും നമ്മൾ നിരാലംബരാണ് എന്ന തോന്നൽ വീണ്ടും വീണ്ടും ഉറപ്പിക്കുകയും ചെയ്യുന്നൊരു കാര്യമായിട്ട് വേണം നമ്മൾ ഈ മരണത്തെ കാണുക. ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്യപ്പെട്ട മരണം രോഹിത് വെമുലയുടേതായി. വിമുല മരിക്കുന്ന സമയത്ത് 23 വയസ്സായിരുന്നു പ്രായം. അദ്ദേഹം കാൾ സാഗനെ പോലെ ഒരു ശാസ്ത്ര ഗ്രന്ഥകാരനാകണമെന്ന് ആഗ്രഹിച്ചൊരു മനുഷ്യനായി. നിഴലുകളിൽ നിന്ന് നക്ഷത്രത്തിലേക്ക് എന്ന ഒരു ആത്മഹത്യാക്കുറിപ്പ് ആ ചെറുപ്പക്കാരൻ്റേതായിട്ട് നമ്മുടെ മുന്നിലുണ്ട്. നിഴലുകളിൽ നിന്നും നക്ഷത്രങ്ങളിലേക്കാണ് എന്നാണ് അതിൻ്റെ ടൈറ്റിൽ. എൻ്റെ ജന്മം തന്നെയാണ് എനിക്ക് ശാപമായിരിക്കുന്നത് എന്നൊരു വാക്യം ആ മരണക്കുറിപ്പിലുണ്ട്. എൻ്റെ ജന്മം തന്നെയാണ് എനിക്ക് ശാപമായിരിക്കുന്നത് എന്ന് നമ്മളുടെ പുതിയ തലമുറയ്ക്ക് തോന്നുന്ന വിധമുള്ള ആസൂത്രിതമായ അവൻ്റെ എല്ലാ സ്വപ്നങ്ങളെയും പൊഴിച്ചു കളയുന്ന, നമ്മൾ അറിയേണ്ട ഒരു കാര്യം, രോഹിത് വെമുലയ്ക്ക് 2 സ്കോളർഷിപ്പുകളുണ്ടായിരുന്നു. സയൻസ് വിദ്യാർത്ഥിയായിരുന്നു. കാൾ സാഗൻ എന്നാൽ ലോകത്ത് അറിയപ്പെടുന്ന ശാസ്ത്രകാരനും ഗ്രന്ഥകാരനുമാണ്. അദ്ദേഹത്തെ പോലെ ആകണമെന്ന് ആഗ്രഹിച്ച് ശാസ്ത്രം പഠിക്കാൻ ഹൈദരാബാദ് സെൻട്രൽ യൂണിവേഴ്സിറ്റിയിൽ വന്ന ചെറുപ്പക്കാരൻ ഒരു ദിവസം സുഹൃത്തിൻ്റെ മുറിയിൽ തൂങ്ങി നിൽക്കുന്നതാണ് നമ്മൾ കാണുന്നത്. 40,000 രൂപ കടക്കാരനായിരുന്നു മരിക്കുന്ന സമയത്ത് രോഹിത് വെമുല. ആ സമയത്ത് യൂണിവേഴ്സിറ്റി അദ്ദേഹത്തിന് കൊടുക്കാനുണ്ടായിരുന്നത് 1,50,000
65,000 രൂപയായിരുന്നു. അത് വെച്ച് താമസിപ്പിച്ച് അവനെ മരണത്തിലേക്ക് തള്ളിവിടുകയാണ് ചെയ്തത്. ഈ സമയത്ത് അവിടുത്തെ വൈസ് ചാൻസലറായിരുന്ന അപ്പാറാവു ബ്രാഹ്മണർക്ക് മാത്രം വെള്ളം കോരാൻ ഹൈദരാബാദ് സെൻട്രൽ യൂണിവേഴ്സിറ്റിയുടെ ക്യാമ്പസിനകത്ത് കിണർ കുഴിക്കാൻ തീരുമാനിച്ച ഒരാളാണെന്നും നമ്മൾ മറന്നു പോകരുത്. ഇങ്ങനെ ജാതി ഭ്രാന്തന്മാരായിട്ടുള്ള, ജാതിയിൽ ജീവിക്കുന്ന മനുഷ്യർ, ജാതി മൂല്യങ്ങളാണ് ശരിയെന്ന് വിചാരിച്ച് മറ്റുള്ളവരെ ആക്രമിക്കുകയും അപമാനിക്കുകയും ചെയ്യുന്ന ജനുസിൽപ്പെടുന്ന അധ്യാപകരാണ് ഈ പറയുന്ന അഞ്ചരക്കണ്ടി ദന്തൽ കോളേജിലും ഉണ്ടായിരുന്നത്. അവരുടെ ആക്രമണത്തിലാണ്, പല തരത്തിലാണ് ആക്രമിക്കപ്പെട്ടത്. ആ ആക്രമണത്തിൽ അദ്ദേഹത്തിൻ്റെ ജാതി പ്രധാനപ്പെട്ടൊരു കാര്യമായി. ഞാൻ മനസ്സിലാക്കുന്നിടത്തോളം പട്ടികജാതിക്കാരനായ വിദ്യാർത്ഥി മെറിറ്റ് സീറ്റ് വാങ്ങി എന്നത് അവരെ സംബന്ധിച്ചിടത്തോളം വലിയ പ്രശ്നമുണ്ടാക്കുന്നൊരു കാര്യമാണ്. ആ പട്ടികജാതി സീറ്റിൽ വരട്ടെ, ജനറൽ സീറ്റിൽ മത്സരിച്ച് ജയിക്കാൻ മാത്രം പ്രാപ്തിയുള്ള ഒരു വിദ്യാർത്ഥിയെ സ്വീകരിക്കാൻ അവർ തയ്യാറല്ല എന്നതാണ് പ്രധാനപ്പെട്ട ഒരു കാര്യം. അങ്ങനെ അദ്ദേഹത്തിൻ്റെ നിറം പ്രശ്നമായിരുന്നു. കറുത്തിരിക്കുന്നു എന്നത് അദ്ദേഹത്തെ അപമാനിക്കാനുള്ള ഒരു കാര്യമായി. 3, അദ്ദേഹം കൂലിപ്പണിക്കാരൻ്റെ മകനാണെന്നുള്ളത് അപമാനിക്കാനുള്ളൊരു കാര്യമായി. കൂലിപ്പണിക്കാരനും പട്ടികജാതിക്കാരനുമായ കറുത്തിരിക്കുന്നൊരു പയ്യൻ പഠിക്കേണ്ട ഒരു സ്ഥലമല്ല സ്വാശ്രയ ദന്തൽ കോളേജ് എന്ന ഒരു പൊതുബോധമാണ് യഥാർത്ഥത്തിൽ നിതിൻ രാജിനെ കൊലപ്പെടുത്തിയത് എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അപ്പോൾ ഈ സമൂഹത്തിന് അതിൽ നിർണായകമായൊരു പങ്കുണ്ട്. എന്ന് പറഞ്ഞാൽ സമൂഹത്തിൻ്റെ പൊതുസങ്കല്പങ്ങൾ നമ്മളുടെ കുട്ടികളെ മരണത്തിലേക്ക് തള്ളിവിടുന്നു എന്ന അതീവ ഗുരുതരമായൊരു സാഹചര്യം നമ്മുടെ കുട്ടികൾ നേരിടുന്നു. ഇവിടെയാണ് ഈ നിതിൻ രാജിൻ്റെ മരണവുമായി ബന്ധപ്പെട്ടൊരു സമുദായം എന്ന നിലയിൽ കേരളത്തിലെ ദലിത് ആദിവാസി വിഭാഗങ്ങൾ സംഘടിതമായി ഇടപെടുന്നതിൻ്റെ പ്രാധാന്യം കിടക്കുന്നു. നമുക്കിക്കാര്യത്തിലൊരു അഭിപ്രായമുണ്ട്. ഞങ്ങൾക്ക് ഇക്കാര്യത്തിൽ ഏകീകൃതമായൊരഭിപ്രായമുണ്ടെന്ന് കേരളത്തോടും ലോകത്തോടും പറയുവാനുള്ള ഉത്തരവാദിത്വമാണ് ഈ ആക്ഷൻ കൗൺസിൽ ഏറ്റെടുത്തിരിക്കുന്നത്. നമ്മളതങ്ങനെ പറഞ്ഞേ പറ്റൊരു കളക്റ്റീവായ ഏകമായ ഒരഭിപ്രായം ഇക്കാര്യത്തിൽ നമുക്കുണ്ട്. അതിൽ 2 കാര്യങ്ങൾ മാത്രമേ സമര പ്രഖ്യാപനത്തിന് ശേഷം ബഹുമാന്യനായ നമ്മുടെ ചെയർമാൻ നടത്തി. ഞാൻ അതിലേക്ക് കടക്കുന്നില്ല. ഞാൻ നേരത്തെ ആദ്യം സൂചിപ്പിച്ച ഒരു കാര്യം, നമ്മളുടെ ആദ്യ തലമുറ മുതൽ വിദ്യാഭ്യാസത്തിലേക്ക് കടക്കുമ്പോൾ അതീവ ഗുരുതരമായ ആക്രമണങ്ങളെയും അപമാനങ്ങളെയും നേരിട്ടുകൊണ്ടേയിരിക്കുകയാണ്. മഹാത്മാ അയ്യൻകാളിയുടെ കാലത്ത് അവർ കായികമായി അടിച്ചോടിച്ചെങ്കിൽ ഇന്നൊരു സംവിധാനം രൂപപ്പെടുത്തി നമ്മുടെ കുട്ടികളെ ശ്വാസം മുട്ടിച്ച് കൊല്ലുന്ന, എന്ന് പറഞ്ഞാൽ ആ കോളേജിൽ പഠിക്കുന്നത് അപമാനമാണെന്ന് 24 മണിക്കൂറും അനുഭവിച്ചറിയുന്ന ഒരു അന്തരീക്ഷം ആ ക്യാമ്പസിലുണ്ടാക്കി അവനൊന്നുകിൽ സ്വയം പോകും, അല്ലെങ്കിൽ അവനെ അവർ കൊല്ലും. അവർക്കതിനകത്ത് മടിയില്ല കാര്യത്തിൽ. നിങ്ങൾക്കറിയാമോ, ആന്ധ്ര യൂണിവേഴ്സിറ്റിയിൽ പഠിച്ച ഗവേഷക വിദ്യാർത്ഥിയോട് അധ്യാപകൻ പറഞ്ഞൊരു കാര്യം, അത് ആട്ടിടെ സമുദായത്തിൽ നിന്ന് വന്ന ഒരു കുട്ടിയാണ്. നീ എന്തിനാണ് PhD എടുക്കുന്നത്? നിനക്ക് ആട് നോക്കാൻ പോയി കൂടെ എന്നാണ്. ഇവന് സഹിക്കാവുന്നതിനും അപ്പുറമാണ് ആ വാക്ക്. സ്വന്തം കുലത്തെ തള്ളിപ്പറയുന്ന കാര്യം എന്നുള്ള പഴയ ബുദ്ധിയൊന്നുമല്ല പറയുന്നത്. PhD രജിസ്റ്റർ ചെയ്യുന്നൊരു വിദ്യാർത്ഥി ഇന്ത്യയിലെ മറ്റേതൊരു വിദ്യാർത്ഥിയെയും പോലെ പഠിക്കാൻ സമർത്ഥനാണ്.
ആ സാമർഥ്യത്തെ അംഗീകരിക്കാതെ നീ ആട് നോക്കാൻ പോയിക്കൂടെ, നിനക്ക് തെങ്ങ് കയറാൻ പോയിക്കൂടെ, നിനക്ക് പാടത്ത് പണിക്ക് പോയിക്കൂടെ എന്ന് ചോദിക്കുന്നത് അപമാനകരമായ ചോദ്യമാണ്. അത് സഹിക്കാനാവാതെ ഹോസ്റ്റലിൽ പോയി ആ കുട്ടി തൂങ്ങി മരിക്കുന്നുണ്ട്. എത്രയോ കഥകളാണ് പറയാറ്. ഇതിലൂടെ നമുക്ക് നഷ്ടപ്പെടുന്നത് എന്ന് പറയാൻ അന്ന് തുടങ്ങിയ ഈ അപമാനങ്ങൾ നമുക്ക് നഷ്ടപ്പെടുത്തിയത് പതിനായിരക്കണക്കിന് മനുഷ്യരെയാണെന്ന് നമ്മൾ മനസ്സിലാക്കണം. കലാലയത്തിൻ്റെ സമ്മർദ്ദത്തിൽപ്പെട്ട് നിക്കക്കള്ളിയില്ലാതെ പുറത്തു പോയവർ ഏറെയാണ്. വയനാട്ടിലെ ആദിവാസി കുട്ടികൾ സ്കൂളുകളിൽ നിൽക്കുന്നില്ല, 4ാം ക്ലാസ്സിന് മുമ്പേ പിരിയുന്നു. എന്താണ് കാര്യമെന്ന് ടീച്ചറിനോട് ചോദിച്ചാൽ ടീച്ചർ പറയുന്നൊരു ഉത്തരം അവന് താല്പര്യമില്ല. ടീച്ചറിന് ശമ്പളം കൊടുക്കുന്നത് നമ്മളൊരു പുതിയൊരു യുക്തി അതിനകത്ത് കണ്ടുപിടിക്കണം. ഈ ടീച്ചർമാർക്ക് ശമ്പളം കൊടുക്കുന്നത് താല്പര്യമുള്ളവരെ പഠിപ്പിക്കാൻ മാത്രമല്ല, താല്പര്യമില്ലാത്ത കുട്ടികളുടെ പ്രശ്നം എന്താണെന്ന് അന്വേഷിച്ച് കണ്ടുപിടിച്ച് അത് പരിഹരിച്ച് അവരെ കൂടി പഠിപ്പിക്കുമ്പോഴാണ് ഈ സർക്കാർ കൊടുക്കുന്ന പൈസ യഥാർത്ഥത്തിൽ ഫലവത്താവുന്നത്. അവന് താല്പര്യമില്ല, അവൻ പോകുന്നു, ടീച്ചർ അന്വേഷിച്ച് പോലും പോകുന്നില്ല. എന്തുകൊണ്ടാണ് കുട്ടി സ്കൂളിൽ നിന്ന് പോകുന്നത് ടീച്ചർ അന്വേഷിക്കാറില്ല. അവനെ സംബന്ധിച്ചിടത്തോളം ആദിവാസി ഭാഷ മാത്രം പറയുകയും അത് കേൾക്കുകയും ചെയ്തൊരു വിദ്യാർത്ഥി മലയാളം സ്കൂളിലേക്ക് വരുമ്പോൾ അവനൊരു പരിചയമില്ലാത്ത ഭാഷയാണ് അവിടെ പറയുന്നത്. അവൻ കേട്ടിട്ടേ ഇല്ലാത്ത കഥകളാണ് ആ സ്കൂളിൽ പഠിപ്പിക്കുന്നത്. സ്വാഭാവികമായും താല്പര്യക്കുറവുണ്ടാവും. അത് പരിഹരിക്കാനായിട്ട് ഒരു സംവിധാനവും നമുക്കില്ല. നിങ്ങൾക്കറിയാമോ, ഈ മാധവൻ മാസ്റ്റർ കോൺഗ്രസ് എസിൻ്റെ നേതാവായിരുന്നു, MP ആയിരുന്നു, എറണാകുളംകാരനാണ്, വൈപ്പിൻകരക്കാരനാണ്. ഇദ്ദേഹം അധ്യാപകനായി ജോലി കിട്ടി ക്ലാസ്സിൽ ചെല്ലുമ്പോൾ മേശപ്പുറത്തൊരു തൂമ്പ വെച്ച് അപമാനിച്ചൊരു സ്ഥലമാണ് കേരളം. തൂമ്പ. മാഷ തൂമ്പ എടുക്കാൻ നിന്നില്ല, തൂമ്പ അവിടെ ഇരിക്കട്ടെ എന്ന് തീരുമാനിച്ചു. അദ്ദേഹം ക്ലാസ് എടുത്തു. ക്ലാസ് കഴിഞ്ഞ് അദ്ദേഹം പോയി. അതിനെക്കുറിച്ച് പ്രമുഖ കഥാകൃത്ത് എഴുത്തുകാരൻ C. അയ്യപ്പൻ്റെ ഒരു കഥയിൽ പറയുന്നൊരു കാര്യം, മാഷ് ക്ലാസ് എടുത്ത് തീരുന്നത് വരെ തൂമ്പ നാണം കെട്ട് മേശപ്പുറത്ത് നിന്നുവെന്നാണ്. നമ്മളങ്ങനെ വേണം കാര്യങ്ങളെ കാണാനായിട്ട്. അത് നമുക്കൊരു ആത്മവിശ്വാസമുള്ളൊരു തലമുറയെ വളർത്തിയെടുക്കേണ്ട ഒരു ആവശ്യത്തിലേക്ക് നമ്മൾ വന്നിരിക്കുകയാണ്. ഞാൻ കൂടുതൽ ദീർഘിപ്പിക്കുന്നില്ല. നമ്മൾ വീണ്ടും വീണ്ടും സമരസമിതികൾ ഉണ്ടാക്കാതെ നമ്മളുടെ വീടും നമ്മളുടെ സമുദായവും കൂടുതൽ ആത്മവിശ്വാസം കൊടുക്കുന്ന ഇടങ്ങളാക്കി മാറ്റുക എന്നത് വളരെ പ്രധാനപ്പെട്ടൊരു കാര്യമാണ്. ഒരുപക്ഷെ അതില്ലാത്ത ഒരേ ഒരു സമുദായം നമ്മുടേതാണെന്ന് നമ്മൾ അറിയണം. ബാക്കി എല്ലാ സമുദായത്തിലും അതിന് സംവിധാനമുണ്ട്. നമ്മൾ അത്തരമൊരു സംവിധാനം ഉണ്ടാക്കണം. ജീവിതം ഒരു കലയാണെന്ന് നമ്മൾ മനസ്സിലാക്കണം. ലൈഫ് ഈസ് ആൻ ആർട്ട്. അതൊരു കലയാണ്, അത് പരിശീലിച്ചെടുക്കേണ്ടതാണ്. നമുക്കങ്ങനെ പരിശീലന കളരികളൊന്നുമില്ല. ബാക്കി എല്ലാവർക്കും പരിശീലനം കിട്ടുന്നു. പരിശീലനമില്ലാത്ത നമ്മളുടെ കുട്ടികൾ ആത്മവിശ്വാസം നഷ്ടപ്പെട്ട് ആത്മഹത്യയിൽ അഭയം തേടുകയോ കൊല്ലപ്പെടുകയോ ചെയ്യുന്നു എന്നുള്ളൊരു വലിയൊരു കാര്യമാണ്. അതുകൊണ്ട് നമ്മൾ കുടുംബം വളരെ പ്രധാനമാണ്. ഈ കുടുംബത്തിലെ സമാധാനപരമായൊരു അന്തരീക്ഷം ഉണ്ടാവണം. അതിൽ ഭാര്യയും ഭർത്താവും മക്കളും ഒക്കെ തമ്മിൽ വളരെ ജനാധിപത്യപരമായൊരു ബന്ധമുണ്ടായിരിക്കണം. അതൊക്കെ വളരെ പ്രധാനമാണ്. ആ നിലക്ക് നമ്മളും സ്വയം മാറിക്കൊണ്ട് നമ്മളല്ലെങ്കിൽ നമ്മളുടെ പുതിയ തലമുറയ്ക്ക് അതിജീവിക്കാൻ കഴിയാതെ വരും. അങ്ങനെ അതിജീവിക്കാൻ കഴിയുന്ന തരത്തിൽ നമ്മുടെ സമുദായത്തെ വളർത്തിയെടുക്കുവാനുള്ള ഒരു സുമനസ്സിലേക്ക്, ഫെയർ മൈൻഡിലേക്ക് നമ്മൾ മാറേണ്ടതുണ്ട്. അതുകൊണ്ട് ഇവിടെ നമ്മൾ കാണിക്കുന്ന ഈ ഐക്യം, ഇതൊരു ധാർമ്മികമായ ബലമുള്ള ഐക്യമായി മാറണമെങ്കിൽ നമ്മളെല്ലാവരും ഒരു പുതിയ ജീവിതത്തെ ആഗ്രഹിക്കണമെന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം. നാളിതുവരെ കൊണ്ടു നടന്ന ജീവിതം കൊണ്ട് ഈ ജനതയ്ക്ക് മുന്നോട്ട് പോകാൻ കഴിയില്ല എന്ന് ബോധ്യപ്പെട്ട് പുതിയൊരു ജീവിത ബോധത്തിലേക്ക് നമ്മുടെ സമുദായത്തെ നയിക്കാൻ ഇവിടെ ഇരിക്കുന്ന നേതാക്കളെല്ലാം
പരിശ്രമിക്കണമെന്നാണ് ഈ സന്ദർഭത്തിൽ എനിക്ക് പറയാനുള്ളത്. അല്ലെങ്കിൽ വീണ്ടും വീണ്ടും ആക്ഷൻ കൗൺസിലുകൾ ഉണ്ടാക്കി നമ്മളുടെ ജീവിതം പാഴായി മാറാനുള്ള എല്ലാ സാധ്യതയുമുണ്ട്. ഇവിടെ നമ്മൾ പറയുന്നൊരു കാര്യം, ഈ ഉന്നത വിദ്യാഭ്യാസ മേഖലയിലെ ഇത്തരം പ്രശ്നങ്ങൾക്ക് ശാശ്വതമായൊരു പരിഹാരമുണ്ടാകണം. ഇതാണ് നമ്മൾ ഗവൺമെൻറ്റിന് മുന്നിൽ വെക്കുന്ന ഡിമാൻഡ്. മരിച്ചുപോയ നിധിനെ, കൊലപാതകമാകട്ടെ ആത്മഹത്യ, മരിച്ചുപോയ നിധിനെ നമുക്കിനി തിരിച്ചെടുക്കാൻ പറ്റില്ല. അത്തരമൊരു സന്ദർഭത്തെ മുൻനിർത്തി പരിഷ്കൃതമായൊരു സമൂഹം, വിവേകമുള്ളൊരു സമൂഹം ചെയ്യേണ്ടത് ഇനി ഇത് ആവർത്തിക്കാതിരിക്കുവാനുള്ള ഭരണപരവും നിയമപരവുമായൊരു സംവിധാനം ഏർപ്പെടുത്തുക എന്നതാണ്. ആ സംവിധാനം സജസ്റ്റ് ചെയ്യാൻ ഈ ആക്ഷൻ കൗൺസിലിന് കഴിയും. കേരളം ഭരിക്കുന്ന മുഖ്യമന്ത്രിയുടെ മുന്നിൽ ഒരു ഡ്രാഫ്റ്റ് മുന്നോട്ട് വെക്കാൻ പറ്റില്ല, ഇത് നിയമമാക്കണം കേട്ടോ എന്ന് പറയാൻ. ഇന്നിപ്പോൾ ഈ നിതിൻ്റെ കോളേജിലെ ഒരു സ്ഥിതി അറിയാമോ? കംപ്ലൈൻറ്റ് സ്വീകരിക്കുന്ന ആളാരാന്നറിയാമോ? വിദ്യാർത്ഥികൾക്ക് പ്രശ്നമുണ്ടെങ്കിൽ കംപ്ലൈൻറ്റ് സ്വീകരിക്കുന്ന ആൾ ഈ കേസിലെ ഒന്നാം പ്രതി റാമിൻ്റെ അടുത്താണ് പിള്ളേർ കൊണ്ടുവന്ന് എന്നെ മറ്റേ ടീച്ചർ അപമാനിച്ചു എന്നും പറഞ്ഞു. ഇയാളാണ് അപമാനത്തിൻ്റെ കോൺട്രാക്റ്റ്. എന്ന് പറഞ്ഞാൽ കുട്ടിയുടെ അക്കാദമിക് സുരക്ഷിതത്വം ഉറപ്പുവരുത്തിക്കൊണ്ട് കംപ്ലൈൻറ്റ് ചെയ്യാൻ ഒരു സംവിധാനം പോലും ഉന്നത വിദ്യാഭ്യാസ മേഖലയിൽ കേരളത്തിനില്ല. ബിന്ദുവിൻ്റെ ജോലി എന്താ നമ്മൾ ചോദിക്കേണ്ടി വരും. ഉന്നത വിദ്യാഭ്യാസ മന്ത്രി ബിന്ദുവിൻ്റെ ജോലി എന്താണ് എന്ന് ഈ സമുദായം ചോദിക്കണം. എന്തുകൊണ്ടാണത് അവരുടെ ശ്രദ്ധയിൽപ്പെടാത്തത്? അങ്ങനെ കംപ്ലൈൻറ്റ് ചെയ്യുവാൻ, ഒരു കംപ്ലൈൻറ്റ് കിട്ടിയാൽ വിതിൻ 24 hours അത് ആക്ടിവേറ്റ് ചെയ്യുവാനും അത് അന്വേഷിക്കുവാനും നടപടിയെടുക്കുവാനും ഭരണപരമായൊരു സംവിധാനം കേരളത്തിൽ രൂപപ്പെടുത്തുക എന്നുള്ളതാണ് അതിൽ പ്രധാനപ്പെട്ട ഒരു കാര്യം. അപ്പോഴാണ് മുഖ്യമന്ത്രി പറയുന്നത് രോഹിത് ആക്ട് ഞങ്ങൾ നടപ്പിലാക്കും. രോഹിത് ആക്ട് കർണാടകയിൽ നടപ്പിലാക്കും. അത് ഒരു സിവിൽ നിയമമായിട്ടാണ് രോഹിത് ആക്ടിനെ അവർ നടപ്പിലാക്കാൻ ശ്രമിക്കുന്നത്. ഇങ്ങനല്ല, അത് വലിയൊരു തട്ടിപ്പാണ്. യഥാർത്ഥത്തിൽ കലാലയത്തിൽ ഒരു അതിക്രമം ഉണ്ടായാൽ അതൊരു ക്രിമിനൽ ഒഫൻസാണ്. ജാതീയമായ അവഗണനയും ആക്രമണവും അൺടച്ചബിലിറ്റി പ്രാക്ടീസും ഇന്ത്യൻ ഭരണഘടനയുടെ 17ാം വകുപ്പ് പ്രകാരം കുറ്റകൃത്യമാണ്. ഇറ്റ് ഈസ് എ ക്രൈം. അങ്ങനെ ക്രൈം ചെയ്ത ഒരാളെ പിന്നെ വിളിച്ചു വരുത്തി സംസാരിച്ച് ക്ഷമ പറഞ്ഞ് പരിഹരിക്കേണ്ട കാര്യമൊന്നുമില്ല. നിയമപരമായ ശിക്ഷ അയാൾക്ക് വാങ്ങിക്കൊടുക്കുക എന്നുള്ളതാണ് ഒരു പരിഷ്കൃത സമൂഹം ചെയ്യേണ്ടത്. ആ നിലക്ക് നമ്മളെ സംബന്ധിച്ചിടത്തോളം വളരെ കൃത്യമായ ലക്ഷ്യബോധത്തോടു കൂടിയാണ് നമ്മൾ ഈ കാര്യം ചെയ്യുന്നത്. ഇയാളുടെ കേസിൽ എല്ലാ പ്രതികളും ബുക്ക് ചെയ്യപ്പെട്ടിട്ടില്ല. ബുക്ക് ചെയ്യപ്പെടണം. ഒരു കാര്യം മാത്രം ശ്രദ്ധയിൽപ്പെടുത്തുകയാണ്. ഈ കുട്ടിയെ, ഇത് യഥാർത്ഥം നമ്മുടെ ചങ്ക് പൊട്ടുന്നൊരു സംഭവമാണ്. ഹോസ്റ്റലിൽ എല്ലാവിധ സൗകര്യങ്ങളും ഉണ്ടായിരിക്കെ, ഹോസ്റ്റലിലൊരു മുറിയോ ഒരു ബെഡോ പ്രൊവൈഡ് ചെയ്യാൻ സൗകര്യമുണ്ടായിരിക്കെ സിക്ക് റൂമിലാണ് ഈ കുട്ടിയെ പാർപ്പിച്ചുകൊണ്ടിരുന്നത്. ഓർക്കണം, രോഗം വരുമ്പം കുട്ടികൾ വന്ന് വിശ്രമിക്കുന്ന കിടക്കുന്ന സ്ഥലമായിരുന്നു ഇവൻ്റെ ഹോസ്റ്റൽ. ഇതെന്തിനാണ് കൊടുത്തത് എന്നൊരു ചോദ്യമുണ്ട്. എന്ന് പറയാൻ അതിൻ്റെ അർത്ഥം അതിനകത്ത് അൺടച്ചബിലിറ്റി അവർ പ്രാക്ടീസ് ചെയ്യുന്നു എന്ന് അതിൻ്റെ അർത്ഥം. വാർഡനെ അറസ്റ്റ് ചെയ്യണം ഉടൻ. അതാ ഇന്ത്യൻ നിയമം. ഹോസ്റ്റലിൽ മുറിയില്ലെങ്കിൽ, ബെഡില്ലെങ്കിൽ ശരി, ഓക്കെ. ബെഡ് ഉണ്ടെങ്കിൽ വാർഡനും ഹോസ്റ്റലിൻ്റെ ചുമതലയുള്ള അധ്യാപകനും പ്രതികളാണ്. അവർ ഈ കേസിലില്ല. പോലീസ് കേസ് അട്ടിമറിക്കാൻ വേണ്ടി ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. അത് നിങ്ങൾക്കെല്ലാവർക്കും ബോധ്യമുള്ളൊരു കാര്യമാണ്. ലോൺ ആപ്പ് എന്ന് പറയുന്ന സംഭവം, അതിൽ നിന്ന് ലോൺ എടുത്തിട്ടുണ്ട്. അതിൽ ടെൻഷനായിട്ടാണ് ഈ പയ്യൻ ആത്മഹത്യ ചെയ്തത് എന്ന് പറയുന്നു. ലോൺ എടുത്തിട്ടുണ്ട്, അടച്ചോളാന്നേ, അതവിടെ നിൽക്കട്ടെ. ലോൺ എടുത്തിട്ടുണ്ട്, അവൻ്റെ അപ്പനും അമ്മയും അത് അടച്ചോളും. ഇവിടെ നടന്ന ഈ ക്രൈമിനാണ് സ്റ്റേറ്റ് ഉത്തരം പറയേണ്ടത്. ലോൺ ആപ്പാണ് ഇതിനെല്ലാം കാരണമെന്ന് പറഞ്ഞ് സ്ഥാപിച്ച്
ഇതിനെ യഥാർത്ഥ പ്രതികളെ രക്ഷിക്കാനുള്ള വലിയ നീക്കമാണ് ഗവൺമെൻറ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഗവൺമെൻറ്റിൻ്റെ ഇടപെടലുണ്ടെന്ന് നമ്മൾ ന്യായമായും സംശയിക്കുന്നു. അതിൻ്റെ ഒരു കാരണം പിണറായി വിജയൻ്റെ നിയോജക മണ്ഡലത്തിലുള്ളതാണ് ഈ അഞ്ചരക്കണ്ടി എന്ന് പറയുന്ന സ്ഥലം. 300 ഏക്കർ സർക്കാർ ഭൂമി വളച്ചെടുത്താണ് ഈ കോളേജ് പണിതിരിക്കുന്നത്. ഇത് പിണറായി വിജയൻ അറിഞ്ഞില്ല എന്ന് പറഞ്ഞാൽ പിന്നെ പുള്ളി എന്തിനാണ് MLA ആയത് എന്നൊരു ചോദ്യമുണ്ടല്ലോ. അപ്പോൾ അറിഞ്ഞിട്ടുണ്ടാവും, അറിയണം, അല്ലെ അറിഞ്ഞിരിക്കേണ്ടതുണ്ടെന്നേ. ഹൈക്കോടതി പറഞ്ഞ ആ ഭൂമി പെട്ടെന്ന് തിരിച്ചു പിടിക്കണം. ഇതുവരെ ഒരു നടപടിയില്ല. എന്താണ് ഗവൺമെൻറ് നടപടി എടുക്കാത്തത്? ഇതെല്ലാം സൂചിപ്പിക്കുന്നത് വളരെ കൃത്യമായും പൊളിറ്റിക്കൽ സപ്പോർട്ടോടു കൂടിയുള്ള വലിയൊരു ഗൂഢാലോചനയാണ് ഇതിനകത്ത് നടക്കുന്നത്. പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് പുറത്തു വന്നു. അകത്ത മുറിവുകളാണെന്നാണ് പറയുന്നത്. അകത്ത മുറിവുകൾ, ഇൻറ്റേർണൽ ഇഞ്ചുറീസ് എന്നാണ് പറയുന്നത്. ഇൻറ്റേർണൽ ഇഞ്ചുറീസ് എങ്ങനെ ഉണ്ടാവുക? സാധാരണഗതിയിലൊന്ന് വീഴുമ്പോൾ ഇൻറ്റേർണൽ ഇഞ്ചുറീസ് ഉണ്ടാവും. 4ാം നിലയിൽ നിന്ന് വീഴുമ്പോൾ ഇൻറ്റേർണൽ ഇഞ്ചുറീസ് മാത്രം ഉണ്ടാവുക എന്നത് സാംഭവ്യമായൊരു കാര്യമല്ല. 4ാം നിലയിൽ നിന്ന് താഴെ വീഴുന്ന ഒരാൾ ബോഡിയിൽ ഗുരുതരമായ പരിക്കുകൾ പുറത്ത് തന്നെ ഉണ്ടാവണം. അതില്ല. ഇത് വെച്ചിട്ടാണ് നമ്മുടെ വിനോദ് സാറ് ഇവിടെ പറഞ്ഞത് ഇത് കൊലപാതകമാണെന്ന് ഈ പറയുന്നതിൻ്റെ കാര്യമല്ല. അതുകൊണ്ട് നമ്മൾ ഒരു കാരണവശാലും ഇത് വിട്ടുകൊടുക്കാൻ പാടില്ല. ഇക്കാര്യത്തിൽ ഒരു നീതി ഉറപ്പ് ചെയ്യുന്നത് വരെ ഉറച്ചു നിൽക്കുവാനുള്ളൊരു തീരുമാനമാണ് നമ്മൾ എല്ലാവരും കൈക്കൊള്ളേണ്ടത്. ഇത് നമ്മളുടെ തലമുറയുടെ ഭാവിയുടെ പ്രശ്നമായി നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. അവരിലേക്ക് ഇതിൻ്റെ ഗൗരവം എത്തിക്കേണ്ടതുണ്ട്. നമുക്കിടയിൽ നിന്നും തലയെടുപ്പുള്ള ഉന്നതരായ വ്യക്തികൾ ഈ സമുദായത്തിൽ ഉണ്ടായി വരേണ്ടതുണ്ട്. അവർ മുഴുവൻ കൂട്ടത്തോടെ കൊല ചെയ്യപ്പെടുന്നൊരു സാഹചര്യം വന്നാൽ നമ്മുടെ സമുദായത്തിൻ്റെ നിലനിൽപ്പിന് തന്നെ അത് ഭീഷണിയാണ്. അതുകൊണ്ട് നിതിൻ രാജിൻ്റെ കൊലയാളികളെ മുഴുവൻ നിയമത്തിന് മുന്നിൽ കൊണ്ടുവരുന്നത് വരെ ആ കലാലയത്തിന് ധാർമ്മികമായി നിലനിൽക്കാൻ അവകാശമില്ല. ആ കലാലയം അടച്ചുപൂട്ടണം എന്ന ഡിമാൻഡടക്കം നമ്മൾ റേസ് ചെയ്തിട്ടുണ്ട്. ഒരു സമരം മുന്നോട്ട് പോകുമെന്നാണ് ഇത് സൂചിപ്പിക്കുന്നൊരു കാര്യം. ഗവൺമെൻറ് മാറിയാലും ഇല്ലെങ്കിലും നമ്മൾ സമരം മുന്നോട്ട് കൊണ്ടുപോകേണ്ടി വരും. ഇതിനൊരു തീരുമാനമുണ്ടാകുന്നത് വരെ ഒരു സമുദായമെന്ന നിലയിൽ ഒരു വികാരത്തിൽ നമ്മൾ ഐക്യപ്പെട്ട് നിൽക്കണം. ഇത് നമ്മളുടെ ആരുടെയും വ്യക്തിപരമായ ഒരു കാര്യം മാത്രമല്ല, എന്നാൽ അത് നമ്മുടെ എല്ലാം വ്യക്തിപരമായൊരു കാര്യം കൂടിയായി നമ്മൾ എടുക്കേണ്ടതുണ്ട്. അങ്ങനെ എടുക്കുമ്പോൾ മാത്രമേ നമുക്കതിനെ മുന്നോട്ട് ചലിപ്പിക്കാൻ പറ്റൂ. നമ്മുടെ വ്യക്തിപരമായ കാര്യമായിട്ട് തന്നെ ഇതിനെ കാണേണ്ടതുണ്ട്. ആ നിലക്ക് ഇരട്ടി ശമ്പളം കൊടുത്ത് അക്ഷരം പഠിപ്പിച്ച അയ്യൻകാളിയെ അക്ഷരം പഠിപ്പിച്ചൊരു തലമുറയാണ് ഇന്ന് ജീവിച്ചിരിക്കുന്നത്. ഇരട്ടി ശമ്പളം കൊടുത്തു. അതിനോട് നീതി പുലർത്താൻ നമുക്ക് കഴിയണമെങ്കിൽ ഈ നിതിൻ രാജിനെപ്പോലെ മിടുക്കനായ കുട്ടിയെ കൊല വിളിച്ച മുഴുവൻ കൊലയാളികളെയും നിയമത്തിൻ്റെ മുന്നിൽ കൊണ്ടുവന്ന് ശിക്ഷിക്കുന്നത് വരെ വിട്ടുവീഴ്ചയില്ലാതെ നമ്മൾ നിൽക്കുമെന്ന തീരുമാനമാണ്. അത്തരമൊരു ഉറച്ച തീരുമാനം ഈ വേദിയിലേക്ക് നോക്കിയാൽ അറിയാം. കേരളത്തിൻ്റെ വിവിധ മേഖലകളിൽ വർഷങ്ങളായി പ്രവർത്തിച്ചു വരുന്ന നിരവധി നേതാക്കളാണ് ഇവിടെ ഒത്തുകൂടിയിരിക്കുന്നത്. ഈ ഐക്യം നിലനിർത്തിക്കൊണ്ട് ഇതിനൊരു നീതി കിട്ടുന്നത് വരെ, ഇതിന് നീതി കിട്ടുന്നത് വരെയുള്ള പ്രക്ഷോഭത്തിൽ നേതൃത്വം മാത്രമല്ല സമുദായം ഒന്നടങ്കം ഒരുമിച്ച് നിൽക്കേണ്ടതുണ്ട് എന്ന് ഓർമ്മപ്പെടുത്തിക്കൊണ്ട് ഈ സമര പ്രഖ്യാപന കൺവെൻഷൻ നിങ്ങളുടെ ഏവരുടെയും അനുവാദത്തോടു കൂടി ഉദ്ഘാടനം ചെയ്തതായി അറിയിക്കുന്നു.